എല്ലാവർക്കും നമ്മുടെ മൈൻക്രാഫ്റ്റ് ഹാർഡ് കോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. പുതിയ അപ്ഡേറ്റിൽ നമുക്കൊരു ഫ്യൂച്ചർ വന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ബാമ്പുവിനെ കൊണ്ട് നമുക്ക് വുഡ് ഉണ്ടാക്കാൻ പറ്റും. യെസ്, ബാമ്പുവിൻ്റെ ഒരു വുഡും കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു ബാമ്പു ഫാം അങ്ങനെ സെറ്റ് ചെയ്യാൻ പോകും. നമുക്ക് അതിൽ നിന്ന് വുഡും കിട്ടും, വേറെ നമുക്ക് കുറേ ഐറ്റംസും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഗൈസ്. നമുക്ക് നല്ല വുഡ് നമുക്ക് ആ ഒരു ബാമ്പു ഫാം വഴി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു ബാമ്പു ഫാമാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓട്ടോമാറ്റിക് ബാമ്പു ഫാം ഗൈസ്. വേറൊരു ഇതുണ്ട് ഗൈസ്, നമുക്ക് ബാമ്പു എടുക്കാൻ പോകണമെങ്കിൽ നമുക്ക് കുറച്ച് പോകാനുണ്ടാവും ഗൈസ്. എവിടെയാണ് കറക്റ്റ് ഉള്ളതെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ ജംഗിൾ എനിക്ക് തോന്നുന്നു അവിടെ എവിടെയോ ഉണ്ട് ഗൈസ്. ജംഗിൾ തോന്നുന്നു നമ്മുടെ ഈ ഒരു സൈഡിൽ എവിടെ ആയിട്ട് ജംഗിൾ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ജംഗിളിൽ പോകാൻ പോവാണ്. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു കുതിരനെ എടുക്കാം. നമ്മൾ ഈ ഒരു കുതിരേൻ്റെ പുറത്താണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ, നമ്മളെ കുതിരനെ കുറേ ദിവസമായി ഗൈസ് നമ്മൾ പുറത്തിറക്കിയിട്ട്. സോ നമ്മളെ കുതിരക്ക് ഇതുവരെ പേരൊന്നും ഇട്ടില്ല ഗൈസ്. ഞാൻ നിങ്ങളോട് പേരിടാൻ പറഞ്ഞാൽ ആരും കമൻറ്റ് ചെയ്യുന്നില്ല ഗൈസ്. ഈ കുതിര മച്ചാൻ നമുക്കൊരു പേരിട്ട് കൊടുക്കണം. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. കുതിരനെ പുറത്തിറക്കിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ കുതിര ഗൈസ്. ഇത് കാണാത്തവരുണ്ടാവും. ഇത് നമുക്ക് എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ എപ്പിസോഡിലേറ്റോ കിട്ടിയാന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സിന് ചിലപ്പോൾ അറിയാൻ ചാൻസ് ഇല്ല. സോ ഇതാണ് ഗൈസ് നമ്മുടെ ഹോർസ് കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സെറ്റ് ചെയ്ത ആ ഒരു ഇതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സെറ്റ് ചെയ്ത നമ്മുടെ അയൺ ഫാം ഗൈസ്. ഇത് ഞാൻ സെറ്റാക്കി ഫുൾ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അയൺകോളും കാര്യങ്ങളൊക്കെ പുറത്ത് സ്പോൺ ആവില്ല കേട്ടോ, എല്ലാം ഉള്ളിൽ തന്നെയാണ് സ്പോൺ ആവുക. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ രാത്രി ആവുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഒന്ന് സ്ലീപ്പ് ചെയ്തിട്ട് വരാം. എന്നിട്ട് വേണം നമുക്ക് ബാമ്പ് എടുത്തുകൊണ്ട് വരണം. നമുക്ക് എന്തായാലും വേഗം സ്ലീപ്പ് ചെയ്യാം. യെസ് ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ കിടക്കുന്ന കോല നോക്ക് ഗൈസ്. ഓക്കെ, നമുക്ക് കുറച്ച് ഐറ്റംസ് വേണ്ടി ആവശ്യമുണ്ട് ഗൈസ്. നമുക്ക് ഒരുപാട് ഐറ്റംസ് വേണം ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ. നമ്മൾ ഓട്ടോമാറ്റിക്കാണ് സെറ്റ് ചെയ്യുന്നത് ഗൈസ്. സോ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഈസി ആയിട്ട് നമുക്ക്. ഇതേത് കുതിര? ഓക്കെ, ഇത് നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് കിട്ടിയാട്ടോ. ഈ കുതിരന് വേണമെങ്കിൽ സാഡിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ ഗൈസ്. സോ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തോട്ട് പോകാട്ടോ. ഇത് പുറത്തോട്ട് പോകാൻ പറ്റില്ലല്ലോ ഗൈസ്. തൽക്കാലം നമുക്കിതൊന്ന് പൊട്ടിക്കാം. കുതിരമച്ചാനെ വാടാ, കുതിരമച്ചാനെ. ഓക്കെ, ഇപ്പം പോകാൻ പറ്റണ്ടാണ് കേട്ടോ ഗൈസ്. ഇവിടെ നമ്മുടെ ആ ഒരു ഫെൻസ് തന്നെ വെച്ചേക്കാം. ഓൾ സെറ്റ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ജംഗിളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് ഗൈസ്. കുതിരപ്പുറത്താണ് നമ്മൾ ജംഗിളിലേക്ക് പോകുന്നത് ഗൈസ്. നമ്മുടെ ജംഗിൾ എവിടെ ആയിരുന്നു ഗൈസ്? വലിയ ഡയലോഗ് അടിക്കണ്ട. ഇതാണല്ലേ ജംഗിൾ ഗൈസ്. നമ്മുടെ ജംഗിൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഗൈസ്. ബട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ബാമ്പു ആണ് ഗൈസ്. ബാമ്പ് കണ്ടുപിടിക്കണം കേട്ടോ. ഓക്കെ, ഇതാണ് ജംഗിൾ ഗൈസ്. നമ്മുടെ വീടിനടുത്ത് എല്ലാ ബയോംസും ഉണ്ട് ഗൈസ് ഒരുവിധം. ഗൈസ്, ഇവിടെ നോക്ക് ഗൈസ്, ഇഷ്ടം പോലെ ബാമ്പുണ്ട് കേട്ടോ. ഇത് ഉള്ളട്ടെ ഗൈസ്, ഈന് സ്ഥലം ഗൈസ്. ഇഷ്ടം പോലെ ബാമ്പുണ്ട് ഇവിടെ. ഇതുകൊണ്ട് ഇഷ്ടം പോലെ ബാമ്പുണ്ട്. സോ നമുക്ക് എന്തായാലും ഇവിടെ നിന്നൊരു ബാമ്പും കാര്യങ്ങളും പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഇതുവരെ നീ എങ്ങോട്ടും പോലട്ടോ മച്ചാനെ. സോ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ ബാമ്പുണ്ട് ഗൈസ്. എന്തായാലും പൊട്ടിക്കട്ടോ. നമ്മളെ ഫുൾ ബാമ്പും കാര്യങ്ങളും എല്ലാം നമുക്ക് പൊട്ടിച്ചെടുക്കാം. എന്തായാലും നമുക്കൊരു സ്റ്റാക്ക് എന്തായാലും ഇവിടെ നിന്ന് പൊട്ടിക്കാട്ടോ. ഓക്കെ, ഇത്രത്തോളം ബാമ്പും കാര്യങ്ങളും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എത്രപ്പാ? ഇപ്പം തന്നെ 2 സ്റ്റാക്ക് നമ്മൾ എടുത്ത് കഴിച്ചിട്ട് വേണ്ട ആവശ്യമില്ല, എന്നാലും എടുത്തേക്കാം. ഓക്കെ, അവിടെ ആരോ കാണുന്നുണ്ട് ഗൈസ്. അതാരാണ്? അത് മറ്റവനാട്ടോ, ട്രേഡർ അല്ലേ ഗൈസ്. അതിനെക്കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചെന്തായാലും നമ്മുടെ വീട്ടിലോട്ട് തന്നെ പോവാണ് ഗൈസ്. നമ്മുടെ വീട്ടിലോട്ട് തന്നെ പോകാം. നമുക്ക് ആവശ്യത്തിനുള്ള ബാമ്പൂസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മളെ വീട് അങ്ങോട്ടാട്ടോ ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോവാം. എന്തായാലും നമ്മളെ കുതിരനെ എന്തായാലും നമ്മളെ വീട്ടിൽ തന്നെ കൊണ്ടുപോയിടാം കേട്ടോ. നമുക്ക് ഇതിൽ തന്നെ കൊണ്ടുപോയിടാം. ഇതിൽ കൊണ്ടുപോയിടാൻ പറ്റുന്നില്ല കേട്ടോ ഗൈസ്. നമുക്ക് കുതിരക്കായിട്ടൊരു വീട് എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാൻ കേട്ടോ. ജാമ്പ്. ഓക്കെ, നമ്മളെന്തായാലും കുതിരനെ കയറ്റിയിട്ടുണ്ട്. ഫുഡ് ആക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. നമ്മുടെ ബാമ്പു കേട്ടോ ഏകദേശം ഇത്ര മതി, ഒരു 6 ബാമ്പു ബ്ലോക്ക് റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ബാമ്പു പ്ലാങ്ക്സ് ആക്കാൻ പറ്റും ഗൈസ്. കണ്ട ഗൈസ്, ഇതാണ് നമ്മുടെ പരിപാടി ഗൈസ്. 6 ഇതുണ്ടെങ്കിൽ നമുക്ക് 2 എണ്ണം വെച്ച് കിട്ടും ഗൈസ്. ഒന്നുണ്ടെങ്കിൽ നമുക്ക് 2 എണ്ണം വെച്ച് കിട്ടും. 12 ബാമ്പു പ്ലാങ്ക്സ് ആയി കിട്ടി. അതാണ് ഗൈസ്, അതാണ് നമ്മളെ ഫാമിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. നമ്മളെ വുഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കണ്ടില്ല ഗൈസ്? ഇവിടെ കറക്റ്റ് ബ്ലാങ്ക് ആണ് ഞാൻ കാണിച്ചത്. പുതിയ അപ്ഡേറ്റിൽ വന്നാണ്. നല്ല വൃത്തിയുണ്ട് ഇത് കാണാൻ ഗൈസ്. അത് നമുക്ക് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അടിപൊളി സാധനം ഗൈസ്. അതുപോലെ ഇതുപോലത്തെ നമുക്ക് ബ്ലോക്സ് നമുക്ക് ആവശ്യമുണ്ട്. സോ അതാണ് നമ്മുടെ മെയിൻ പ്ലാൻ. സോ ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് കത്തിക്കാനും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമുക്കിത് കത്തിക്കാൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് കുക്ക് ചെയ്യാനും പറ്റും. സോ നല്ലൊരു ഐഡിയ ആണ് ഗൈസ്.
ഓക്കെ 10 ജംഗിൾ ലോഗ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് പ്ലാങ്ക്സ് ആക്കാം. സോ 40 പ്ലാങ്ക്സ് കിട്ടിയിട്ടുണ്ട്. ഇനിയും നമുക്ക് വേണം കേട്ടോ ഗൈസ്. എന്തായാലും നമുക്ക് ഒരു സ്റ്റാക്ക് എന്തായാലും വേണം. എന്തായാലും നമുക്ക് കളക്ട് ചെയ്ത് കയ്യിൽ വെക്കുന്നത് എന്തായാലും നല്ല. പിന്നെയും നമ്മൾ വന്ന് മരം വെട്ടേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഇവിടുന്ന് കുറച്ചും കൂടി മരം വെട്ടാം കേട്ടോ ഗൈസ്. നമ്മുടെ ഐറ്റംസ് ഫുള്ളായിട്ടുണ്ട്. എന്തായാലും നമ്മൾ കുറച്ച് വുഡ് നമ്മൾ എന്തായാലും കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ വുഡും കാര്യങ്ങളും കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി എന്തായാലും നമുക്ക് പിസ്റ്റൺ റെഡിയാക്കണം. സോ പിസ്റ്റനാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. സോ റെഡിയാക്കണമെങ്കിൽ നമുക്ക് എത്ര പിസ്റ്റൺ വേണം? 8 പിസ്റ്റണാണ് നമുക്ക് വേണ്ടത്. സോ നമ്മൾ 8 പിസ്റ്റൺ റെഡിയാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ 8 പിസ്റ്റൺ നമ്മൾ എന്തായാലും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു ഹോപ്പർ റെഡിയാക്കാം. പിന്നെ വേണ്ടത് ഒരു മൈൻ കാട്ടാണ് ഗൈസ്. സോ ഒരു ഹോപ്പർ കൂടി നമ്മളങ്ങനെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 8 ഒബ്സർവർ നമ്മളങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ 8 ഒബ്സർവറായി. ഓക്കെ, നമുക്ക് ഈ ഒരു ഫാം എന്തായാലും നമുക്ക് ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് ഫുള്ളൊന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ. നമ്മളെന്തായാലും ഫാം ഇവിടെയാണ് കേട്ടോ ഗൈസ് സെറ്റ് ചെയ്യുന്നത്. ആദ്യം ഇവിടെ ഫുള്ള് ഡേറ്റും കാര്യങ്ങളും ക്ലിയർ ചെയ്യണം. നമ്മുടെ ഫുൾ ഡേറ്റും കാര്യങ്ങളും ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യട്ടെ ഗൈസ്. നമുക്കിവിടെ കുറച്ച് സ്പേസ് ആവശ്യമുണ്ട് ഗൈസ് നമ്മളെ ഒരു ഫാം സെറ്റാക്കാൻ. പിന്നെ നമ്മളെന്തായാലും 2 ചെസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ചെസ്റ്റ് ഫസ്റ്റ് നമുക്ക് 2 ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, 2 ചെസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹോപ്പർ കണക്ട് ചെയ്യണം. ഇവിടെ ഇതിൻ്റെ പുറകിലായിട്ട് നമുക്ക് ഒരു ഹോപ്പർ കണക്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ പുറകിലായിട്ടൊരു ഹോപ്പർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കോബിൾ സ്റ്റോൺ എടുക്കണം കേട്ടോ ഗൈസ്. കോബിൾ സ്റ്റോൺ എടുത്തിട്ട് നമുക്കിവിടെ നമ്മുടെ 5 ബ്ലോക്ക്സ് 5 ബ്ലോക്ക് നമുക്ക് അങ്ങോട്ട് ബിൽഡ് ചെയ്യണം. സോ നമ്മുടെ കോബിൾ സ്റ്റോൺ എടുക്കാം. എന്നിട്ട് 1 1 2 3 4 5 5 ബ്ലോക്ക് ഇങ്ങനെ ബിൽഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് ഇങ്ങോട്ട് ഗൈസ് 4 ബ്ലോക്ക് സെറ്റ് ചെയ്യണം. 4 ബ്ലോക്ക് നമുക്ക് ഇങ്ങോട്ട് സെറ്റ് ചെയ്യണം. 1 2 3 4 അങ്ങനെ 4 ബ്ലോക്ക് നമ്മൾ ഇങ്ങോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. 10 ബ്ലോക്ക്സ് അങ്ങോട്ട് സെറ്റ് ചെയ്യണം. 1 2 3 4 5 6 7 8 9 10. എന്തായാലും നമുക്ക് റെയിലൂടെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മുടെ പവർ റെയിൽ വെക്കണം കേട്ടോ. നമ്മുടെ അടുത്ത് പവർ റെയിൽ ഉണ്ട്. ഓക്കെ, പവർ റെയിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പവർ റെയിലാക്കി കൊടുക്കാം. ഇത് നമുക്ക് എനിക്ക് തോന്നുന്നു സ്പീഡ് കൂടാനായിരിക്കും. ബാക്കിയൂടെ നമുക്ക് അവിടം വരെ നമ്മുടെ റെയിൽ സെറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, റെയിൽ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഈ ഒരു പവർ റെയിൽ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പവർ റെയിൽ ഓൺ ആക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ലിവർ സെറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ലിവർ ഇവിടെ സെറ്റ് ചെയ്ത് നമുക്ക് ഓൺ ആക്കി കൊടുക്കാം. അപ്പോൾ ആ ഒരു റെയിൽ വർക്ക് ആവുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇപ്പോൾ നമ്മൾ 1 ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. 2 3 4 5 6 7 8 ഗൈസ്. 8 ബ്ലോക്ക് അങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുമ്പിൽ നമ്മളെ ഡേട്ടാക്കി കൊടുക്കണം കേട്ടോ. 8 ബ്ലോക്ക് ഡേട്ടും അങ്ങനെ ആക്കി കൊടുക്കുക. ഓക്കെ ഓക്കെ, നമ്മൾ ഡേട്ടും അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, കൂടി ഇങ്ങനെ നിരത്തി ബ്ലോക്ക് വെക്കണം കേട്ടോ. ഓക്കെ, സെറ്റ്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ പിസ്റ്റൺ സെറ്റ് ചെയ്യണം. 8 പിസ്റ്റൺ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മളെ പിസ്റ്റൺ ഇങ്ങ് എടുക്കാം. എന്നിട്ട് ഓരോന്നായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, 1 2 3 4 5 6 7 8 8 പിസ്റ്റൺ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒബ്സർവർ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 2 3 4 5 6 7 8 ഒബ്സർവറിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് റെഡ് സ്റ്റോൺ ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ 2 കോബിൾ സ്റ്റോൺ വെക്കാം കേട്ടോ ഗൈസ്. ഇവിടെ 2 കോബിൾ സ്റ്റോൺ. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് ബിൽഡ് ചെയ്യാം കേട്ടോ. ഇങ്ങോട്ട് ഒരു ഇതുകൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെയും കോബിൾ സ്റ്റോൺ വെക്കണം കേട്ടോ ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സൈഡും കവർ ചെയ്തേക്കാം. ഓൾ സെറ്റ് ഗൈസ്. അപ്പോൾ എന്തായാലും അതൊന്നും സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാമ്പു നടണം കേട്ടോ ഗൈസ്. ബാമ്പു നട്ടു കൊടുക്കണം. നമ്മുടെ ബാമ്പു ഇവിടെ ഓരോന്നോരോന്നായിട്ട് നട്ടു കൊടുക്കാം. ഓക്കെ, ബാമ്പു നട്ടു കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഫുള്ള് സ്ലാബ് സെറ്റ് ചെയ്യട്ടോ ഗൈസ്. സോ സ്ലാബ് എടുക്കാം. എന്നിട്ട് ഫുൾ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഓൾ സെറ്റ് ഗൈസ്. അങ്ങനെ നമ്മൾ സ്ലാബും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി എന്തായാലും നമുക്ക് സ്ലീപ്പ് ചെയ്തിട്ട് വരാം കേട്ടോ ഗൈസ്. സ്ലീപ്പ് ചെയ്തിട്ട് വരാം, രാത്രി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാംബു ഫാം കേട്ടോ ഗൈസ്. അപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സംഭവം കൂടി സെറ്റ് ചെയ്യാനുണ്ട്. നമ്മുടെ ഈ ഒരു മൈൻക്രാഫ്റ്റ് വിത്ത് ഹോപ്പർ കൂടി കണക്ട് ചെയ്യാനുണ്ട് ഗൈസ്. ഈ ഒരു മൈൻക്രാഫ്റ്റ് വിത്ത് ഹോപ്പർ കൂടി നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ ഗൈസ്. അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ ഒരു മൈൻക്രാഫ്റ്റ് വിത്ത് ഹോപ്പർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തള്ളി വിട്ടാലേ ഇത് വർക്ക് ആയിക്കോളൂ കേട്ടോ. ബാംബു ഫാമിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. കണ്ടോ, നമ്മുടെ ബാംബൂസും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വരുന്നുണ്ട്. സംഭവം വർക്കിംഗ് ആണ് കേട്ടോ ഗൈസ്. നമ്മളെ കയ്യിലുള്ള ബാമ്പു എന്തായാലും നമുക്ക് ഇതിലേക്ക് തന്നെ വെച്ചേക്കാം, അവിടെ നിന്ന് സെറ്റ് ആവട്ടെ. അപ്പോൾ ബാക്കി എന്തായാലും അവിടെ നിന്ന് വർക്ക് ആയിക്കോളും കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ AFK നിൽക്കുന്നതനുസരിച്ച് ഇത് ഇഷ്ടം പോലെ ബാംബൂസ് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മളെ ബാമ്പു കാര്യങ്ങളൊക്കെ സംഭവം സെറ്റാണ് ഗൈസ്. അപ്പോൾ ഇനി എന്തായാലും ഇത് വളർന്ന് വരുന്നതനുസരിച്ച് അവിടെ നിന്ന് സംഭവം വർക്കാവും. ഞാൻ വർക്കാവുന്ന വേണം ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവിടെ ഒരു ബാമ്പു കണ്ടില്ല ഗൈസ്, അതൊന്നുകൂടി വളരുമ്പോൾ അത് വർക്കാവുന്ന, അത് കട്ടാവുന്നതായിരിക്കും. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ല, ഈ സംഭവം വർക്കിംഗ് ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ വർക്കിംഗ് ആണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ ബാംബൂസും കാര്യങ്ങളും സെറ്റാക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബാമ്പും കാര്യങ്ങളും വെച്ച് നമ്മുടെ വുഡും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഇനി നമുക്ക് ഇഷ്ടം പോലെ വുഡും കാര്യങ്ങളും നമുക്ക് ഇതൊന്ന് സെറ്റാക്കാം ഗൈസ്. സോ അപ്പോൾ എന്തായാലും നമ്മുടെ വുഡ് ഫാമും കാര്യങ്ങളും ഇതൊന്നും തന്നെ നമുക്ക് സെറ്റാക്കാം കേട്ടോ ഗൈസ്. വുഡും നമുക്ക് ഇതൊന്ന് സെറ്റാക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്തില്ല ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.